നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ആലോചിക്കുന്ന വിവാഹത്തിന് നീ സമ്മതിക്കണം. എന്താ പറ്റില്ലേ? അമ്മയ്ക്ക് എന്റെ കൂടുതലൊന്നും നീ പറയണ്ട. ഇത് എന്റെ തീരുമാനമാ, അറിയാലോ. ഈ സത്യഭാമയൊന്ന് തീരുമാനിച്ച അത് നടത്തിയിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അത് തീർച്ചയാ. നീ എന്താ കല്ലിന് കാറ്റ് പിടിച്ച പോലെ നിൽക്കുന്നേ? അമ്മ പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. എടാ, കേൾക്കുന്നുണ്ടെങ്കിലേ അതിന് വല്ല പ്രതികരണം ഉണ്ടാവണം. എനിക്കിപ്പോ വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. നിന്റെ ഈ നിരാഹാര സമരം ആരെ തോൽപ്പിക്കാനാടാ? എന്നെയോ? അതോ ശരിക്കും എഴുന്നേറ്റ് നടക്കാൻ പോലും ആവാത്ത നിന്റെ അച്ഛനെയോ? ദേ, പിന്നെ നീ ഒരു കാര്യം മറക്കണ്ട. 2 ദിവസം. അമാവാസിക്കിനി 2 ദിവസമേ ഉള്ളൂ. എന്ന് വെച്ചാ ശാലിനിക്കിനി നിന്റെ ജീവിതത്തിലേക്ക് വരാനുള്ള അവസാനത്തെ ചാൻസ് കഴിയാൻ പോവാന്നർത്ഥം. ദേ, നീ സത്യം ചെയ്തു തന്നതാ അമാവാസിക്കപ്പുറം അവളെ നീ കാത്തിരിക്കില്ലാന്ന്. മറുപടി പറഞ്ഞിട്ടങ്ങ് പോയാ മതി. എന്റെ ഇഷ്ടത്തിനോ ഇഷ്ടക്കേടിനോ എന്താ പ്രസക്തി? ഒന്നുമില്ലല്ലോ. ഉണ്ടടാ, അക്കാര്യം നമ്മൾ സംസാരിച്ചതുവാ. എടാ, നിന്റെ ഇഷ്ടം നോക്കിയില്ലേ ഞാൻ ഇത്രയും സമയം തന്നത്? ഓ, സമയം തന്നല്ലോ, അത് വലിയ കാര്യം തന്നെയാ. അമ്മ പറഞ്ഞ ഡെഡ് ലൈനെ എന്റെ മനസ്സിൽ കോറിയിട്ട് കഴിഞ്ഞതാ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം എന്തിനാ പിന്നെ? ഉണങ്ങാത്ത മുറിവിൽ കുത്തി നോക്കുന്നു, ഇതുമായിട്ട് എന്താ വ്യത്യാസം? എടാ, നീ നിന്റെ മനസ്സിലേക്ക് മാത്രം നോക്കുന്നത്, നിന്റെ വേദനകളിലേക്ക്. ചുറ്റുള്ള മനുഷ്യരെയൊന്നും നീ കാണുന്നില്ല. ആരെ ഞാൻ കാണാത്തെ? എന്റെ കാഴ്ചക്ക് ഒരു തകരാറുമില്ല. കണ്ണിന്റെ തെളിച്ചം കൊണ്ടേ നിനക്ക് എന്നെ കാണാം, അച്ഛനെ കാണാം, ചുറ്റുള്ള എല്ലാത്തിനെയും കാണാം. എടാ, പക്ഷേ നിന്നെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ മനസ്സ് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് കാണാം അമ്മേ, അതും എനിക്ക് കാണാം. എടാ, എങ്കിൽ നീ എന്നെ വിഷമിപ്പിക്കില്ലായിരുന്നു. എടാ, നിന്റെ ജീവിതം ആർക്കും ഇല്ലാതെ ഇങ്ങനെ നീറി പോകുന്നത് കണ്ട് എന്റെ മനസ്സ് എരിയുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷവും അതെപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. നിനക്കതറിയോ? എന്നിട്ടും കഴിഞ്ഞ 6 വർഷമായി നിന്നെ ഞാൻ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ. എടാ, എനിക്ക് എന്തെങ്കിലും പറ്റിയ നിന്റെ ജീവിതം തനിച്ചാണല്ലോ എന്നുള്ള ഓർമ്മയിൽ എന്റെ ആത്മാവിന് പോലും മോക്ഷം കിട്ടില്ല. അമ്മേ, കഴിഞ്ഞ 6 വർഷവും എനിക്ക് മറ്റൊരു കൂട്ട് വേണമെന്ന് തോന്നിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് അമ്മയ്ക്ക് അറിയാത്താണോ? അല്ലല്ലോ. അറിയാടാ, അറിയാം. നിന്റെ മനസ്സിൽ കല്ലി കൊത്തി വെച്ചിരിക്കുകയാണല്ലോ ഒരു പ്രതിഷ്ഠയെ, ശാലിനിയെ. ആ വിഗ്രഹം എന്നെടുത്ത് പുറത്തു കളയുന്നോ അന്ന് നീ രക്ഷപ്പെടും. അത് നിനക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. അമ്മ തന്നെ പറഞ്ഞല്ലോ, കല്ലിക്കൊത്തിയ വിഗ്രഹം പോലെയാണ് ശാലിനി എന്ന്. അതെന്തുകൊണ്ടാണെന്നറിയോ? അവള് തന്ന സ്നേഹം കൊണ്ട്. ഈ ലോകത്തിന് മറ്റൊന്നും അതിന് പകരാവില്ല. ഓഹോ, പ്രേമ മനുഷ്യരെ അന്ധരാക്കുന്ന മറ്റ് അറിവുള്ളവര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നിന്റെ കാര്യത്തിൽ സത്യമാ. നാഴികയ്ക്ക് 40 വട്ടം നീ ശാലിനി മന്ത്രം ജപിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഒരു കാര്യം നീ ആലോചിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അവള് നിന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല. നീ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അവൾ അന്വേഷിച്ചിട്ടില്ല. ഉണ്ടോടാ? അതങ്ങനെ തീർത്തു പറയാൻ പറ്റുമോ? ശാലിനി ഏത് അവസ്ഥയിലാന്ന് നമുക്കറിയോ? ഇല്ലല്ലോ, പിന്നെങ്ങനെ പറയാ? അതറിയാനേ കവടി ഒന്നും നിർത്തണ്ട. ആത്മാർത്ഥതയും സ്നേഹമുള്ളവർ ഏത് അവസ്ഥയിലായാലും തിരഞ്ഞ് തേടി വരും. ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും പ്രിയപ്പെട്ടവരെ കുറിച്ച് അന്വേഷിക്കും. എടാ, നീ ഒരു കൈക്കുഞ്ഞല്ല, പ്രായപൂർത്തിയായ പക്വതയുള്ള ഒരു പുരുഷനാ. എന്നിട്ടും ഞാൻ നിന്നെ കുറിച്ച് ആലോചിക്കുന്നതും ഇങ്ങനെ വിഷമിക്കുന്നതും എന്തിനാടാ? സ്നേഹം കൊണ്ട്. എടാ, അത് മനസ്സിലാക്കാത്തതാ നിനക്ക് പറ്റിയ തെറ്റ്. അമ്മയെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലല്ലേ? അമ്മ തന്നെ അത് പറയണം. എടാ, എന്നെ നീ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നീ എനിക്ക് ചെയ്തു തന്നാ മതി. ഈ അമാവാസി കഴിയുമ്പോ നീ ശാലിനിയെ മറക്കണം.
ഞാൻ ആലോചിക്കുന്ന വിവാഹത്തിന് നീ സമ്മതിക്കണം. എന്താ പറ്റില്ലേ? അമ്മയ്ക്ക് എന്റെ കൂടുതലൊന്നും നീ പറയണ്ട. ഇത് എന്റെ തീരുമാനമാ. അറിയാലോ, ഈ സത്യഭാമയൊന്ന് തീരുമാനിച്ച അത് നടത്തിയിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അത് തീർച്ചയാ. ആർട്ടിസ്റ്റുകളെ കഴിഞ്ഞോ? ഒരു 2 മിനിറ്റ് കൂടി മോളെ, ഇപ്പൊ കഴിയും. 2 മിനിറ്റ് കൂടി കഴിഞ്ഞാ പപ്പിയുടെ ചേച്ചിയമ്മയെ കാണാന്ന്. ഞാൻ എടുത്തരാം അങ്കിൾ. ദാ അങ്കിളെ. താങ്ക്സ് മോളെ. മിടുക്കി. രേഖാചിത്രം ഇപ്പൊ കഴിയും കേട്ടോ. ശരി അങ്കിൾ. ഇതിൽ ആരുടെ ചേച്ചി അമ്മയാ ഇതെന്ന് പറഞ്ഞ? എന്റെ അങ്കിൾ. ഇങ്ങനെ അങ്കിൾ. അത് മോളുടെ ചേച്ചി അമ്മയ്ക്ക് മോളുടെയൊക്കെ പ്രായമുള്ളപ്പോഴത്തെ ഫോട്ടോ. ഇത് മോളുടെ ചേച്ചിയമ്മ ഇപ്പൊ എങ്ങനെ ഇരിക്കുമെന്നുള്ള രേഖാചിത്രം. ദാ ആരുടെ കുഞ്ഞുമ്മയുടെ പടമായാലും ആദ്യം ഞാനൊന്ന് കാണട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.